മഹാശിവരാത്രി നാളിൽ കോഴിക്കോട് പന്തലായിനി ശ്രീ അഘോര ശിവക്ഷേത്രത്തിൽ അഖണ്ഡ നൃത്താർച്ചന അരങ്ങേറി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 150ഓളം നർത്തകരാണ് നൃത്തോത്സവത്തിന്റെ ഭാഗമായത്. 8 ശാസ്ത്രീയ നൃത്തങ്ങൾ ഒത്തുചേരുന്ന അഖണ്ഡ നൃത്താർച്ചനയാണ് മധു ഭരതാഞ്ജലിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് പന്തലായിനി ശ്രീ അഘോര ശിവക്ഷേത്രത്തിൽ അരങ്ങേറിയത്. അശ്വതി ശ്രീകാന്ത്, എൻ ശ്രീകാന്ത് സംഘം അവതരിപ്പിച്ച നൃത്തം കാണികൾക്ക് വേറിട്ടൊരു അനുഭവമായി. ചിദംബരത്ത് നടരാജനാണ് പ്രതിഷ്ഠ. അവിടെയാണ് ഈ നാട്യാഞ്ജലി എന്നുള്ള ഒരു സംസ്കാരം ശരിക്കും ആദ്യമായിട്ട് തുടങ്ങുന്നത്. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ. പക്ഷെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇവിടെ കേരളത്തിലും പ്രത്യേകിച്ച് ഇവിടെ അഘോര ശിവക്ഷേത്രത്തിൽ ശ്രീ ഭരതാഞ്ജലി മധുസൂദനം മാഷ്ടെ ഒരു ക്യൂറേഷനിൽ ഇവിടെ വളരെ ഭംഗിയായിട്ട് അവർ നടത്തിക്കൊണ്ടുവരുന്നു. മണിപ്പൂർ, കൊൽക്കത്ത തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി നർത്തകരാണ് നൃത്തോത്സവത്തിന്റെ ഭാഗമായത്. Because of today's very special day, today is Mahashivratri and we are totally blessed. So we don't have any word to explain. To perform in Shivratri Mahotsav and we are privileged to come here and it's a wonderful temple and my first time experience. അഘോരമൂർത്തിയുടെ അനുഗ്രഹത്തിനു വേണ്ടി 150ഓളം കലാകാരന്മാരാണ് ക്ഷേത്രാങ്കണത്തിൽ നൃത്തച്ചുവടുകൾ വെച്ചതെന്ന് സംഘാടകർ പറയുന്നു. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഉമാമഹേശ്വരൻ 108 സ്വയംഭൂ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അഘോര ശിവഭഗവാൻ അർപ്പിക്കേണ്ട പൂജകൾക്കും നിവേദ്യങ്ങൾക്കുമായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ കലകളെയൊക്കെ തന്നെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇവിടെ ഡാൻസ് പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് മധു മാസ്റ്ററാണ്. അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഭോപ്പാലിൽ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു നൃത്തോത്സവം. കേരളത്തിലെ അഘോര ഹോമം നടക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണ് പന്തലായിനി ശ്രീ അഘോര ശിവക്ഷേത്രം. അമൃത ന്യൂസ്, കോഴിക്കോട്.